ദേവ് ട്രാവൽ വേൾഡിൻ്റെ 118ാമത്തെ വീഡിയോയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. വിയറ്റ്നാമിലെ ഹോച്ചിമിൻ സിറ്റിയിലെ പ്രസിദ്ധമായ സായ്ഗോൺ സെൻട്രൽ പോസ്റ്റ് ഓഫീസിന് മുൻവശത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഫ്രഞ്ച് കോളനി ഭരണകാലത്തെ വാസ്തുവിദ്യയുടെ ചരിത്രശേഷിപ്പായി ഇന്നും ഈ കെട്ടിടം തലയുയർത്തി നിൽക്കുന്നു. തെക്കൻ വിയറ്റ്നാമിൽ ഹോച്ചിമിൻ സിറ്റിയിലെത്തുന്ന സഞ്ചാരികളുടെ ഒരു പ്രധാന സന്ദർശന കേന്ദ്രമാണ് ഈ പോസ്റ്റ് ഓഫീസ്. ഫ്രഞ്ച് കോളനി ഭരണകാലത്ത് 1886-നും 1891-നും ഇടയിലുള്ള കാലയളവിൽ നിർമ്മിക്കപ്പെട്ടതാണ് ഈ കെട്ടിടം. നവോത്ഥാന ഗോഥിക് കലാശൈലികളുടെ ഒരു സമ്മേളനം ഈ കെട്ടിട നിർമ്മിതിയിൽ നമുക്ക് ദർശിക്കാം. കെട്ടിടത്തിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചപ്പോൾ അമേരിക്കൻ ഐക്യനാട്ടിലെ ലോസ് ആഞ്ചലസ് റെയിൽവേ സ്റ്റേഷനിൽ കയറിയ പ്രതീതിയാണ് എനിക്കുണ്ടായത്. കെട്ടിട രൂപകൽപ്പനയിൽ യൂറോപ്യൻ റെയിൽവേ സ്റ്റേഷൻ കെട്ടിടങ്ങളുടെ മാതൃക സ്വീകരിച്ചതായി കാണാൻ കഴിഞ്ഞു. മധ്യഭാഗത്തായി 3 നിലകളും ഇരുപുറങ്ങളിലുമായി 2 നിലകൾ വീതവുമുള്ള ഈ കെട്ടിടത്തിൻ്റെ കമാനാകൃതിയിലുള്ള ജനൽപ്പാളികളിലൂടെ കടന്നുവരുന്ന സൂര്യരശ്മികൾ അകത്ത് സൃഷ്ടിക്കുന്ന ദൃശ്യചാരുത ഏറെ നയനാനന്ദകരമാണ്. വിവിധ വർണ്ണങ്ങളിൽ വ്യത്യസ്ത ഡിസൈനുകളിൽ നിലത്ത് പാകിയ സെറാമിക് ടൈലുകൾ ഈ കെട്ടിടത്തിന് മാറ്റുകൂട്ടുന്നു. ആൻറ്റിക് മെറ്റൽ വർക്കുകളാൽ ഉയർന്ന കമാനങ്ങളുള്ള സീലിങ്ങുകളും മനോഹരമായി അലങ്കരിച്ച ഇൻറ്റീരിയർ വർക്കുകളും പോസ്റ്റ് ഓഫീസിന് ഗംഭീര മുഖഛായ നൽകുന്നു. വിയറ്റ്നാമിൻ്റെ തപാൽ ആശയവിനിമയ പൈതൃകം പേറുന്ന ഈ കെട്ടിടത്തിൻ്റെ വിശാലമായ ചുമരിൽ വീരനായകൻ ഹോച്ചിമിൻ്റെ ഛായാപടം കാണാം. തെക്കുകിഴക്കൻ ഏഷ്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പോസ്റ്റ് ഓഫീസുകളിലൊന്നായ ഈ പോസ്റ്റ് ഓഫീസിന് 130 വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുണ്ട്. വെറുമൊരു പുരാവസ്തു ശേഷിപ്പായി തുടരാതെ ഇന്നും പ്രവർത്തിക്കുന്ന ഒരു പോസ്റ്റ് ഓഫീസാണ് ഇത്. കത്തുകളും കാർഡുകളും അയക്കാനും സുവനീറുകൾ വാങ്ങാനുമുള്ള വിപുലമായ സൗകര്യങ്ങൾ ഇതിനകത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട്. സഞ്ചാരികളായി എത്തുന്നവരിൽ പലരും തങ്ങളുടെ നാട്ടിലേക്ക് കത്തുകൾ അയക്കുന്നത് ഇവിടുത്തെ ഒരു പതിവ് കാഴ്ചയാണ്. ആധുനിക വാർത്താവിനിമയോപാധികൾക്കിടയിലും ഏറെ പഴക്കം ചെന്ന ഈ സമ്പ്രദായം നിലനിർത്തി അതിൻ്റെ ടൂറിസം സാധ്യത പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിൽ അധികൃതർ കാണിക്കുന്ന മിടുക്ക് പ്രശംസനീയമാണ്. വാസ്തുവിദ്യയിൽ ഉയർന്ന മാനങ്ങളുള്ള ഈ കെട്ടിടത്തിന് രൂപകൽപ്പന നടത്തിയ അക്കാലത്തെ പ്രസിദ്ധ വാസ്തുശില്പി ആൽഫ്രഡ് ഫൗൾഹൗസിനെ സ്മരിച്ചുകൊണ്ട് ഞാൻ ഈ കെട്ടിടത്തിൻ്റെ പടികൾ ഇറങ്ങി. കെട്ടിടം പശ്ചാത്തലമാക്കി ഫോട്ടോ ഷൂട്ടിംഗ് നടത്തുന്ന ധാരാളം വിദേശ സഞ്ചാരി ഗ്രൂപ്പുകളെ എനിക്ക് കാണാൻ കഴിഞ്ഞു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. വിയറ്റ്നാമിൻ്റെ മറ്റു വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.